നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രിയിൽ പൂർണ്ണ നഗ്നനായി വീടുകൾക്ക് മുന്നിലെത്തും. കോളിംഗ് ബെൽ അടിച്ച് വീട്ടുകാരെ ഉണർത്തും. വാതിൽ തുറക്കുന്നവർ ആരെയും കാണില്ല. സംഭവം CCTVയിൽ പതിഞ്ഞതോടെയാണ് താമരശ്ശേരിയിലെ ആളുകൾ ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. താമരശ്ശേരി ഭാഗത്തുള്ള ചില മേഖലകളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള വെഴുപ്പൂർ ഒതയോത്ത് ഭാഗത്തെ വീട്ടുമുറ്റങ്ങളിലാണ് മുഖം മറച്ച നിലയിൽ പൂർണ്ണ നഗ്നനായ ഒരു അജ്ഞാതൻ എത്തിയിരിക്കുന്നത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായ വീട്ടിലൊക്കെ ആദ്യം കിടപ്പുമുറിയുടെ ജനലിന്റെ ഭാഗത്താണ് ഇയാളെ കണ്ടത്. തുടർന്ന് വീടിന്റെ പിൻഭാഗത്തുകൂടി മുന്നിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ ഇയാൾ വീടിന്റെ ഒരു വശത്തേക്ക് മാറി. തുടർന്ന് വീട്ടുകാർ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പും താമരശ്ശേരി കാരാടിയിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ മുഖത്ത് അജ്ഞാതൻ തുണിയിൽ ശേഖരിച്ച ശുചിമുറി മാലിന്യം പുരട്ടി. സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും ചെരുപ്പുകളും മോഷ്ടിക്കുന്ന സംഭവങ്ങളും ഈ പ്രദേശത്ത് പതിവായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ കോളിംഗ് ബെല്ലോ അസ്വാഭാവിക ശബ്ദങ്ങളോ കേട്ടാൽ ആരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വാതിൽ തുറക്കാവൂ എന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുമ്പോൾ ആളുകളെല്ലാം തന്നെ ആശങ്കയിലാണ്. ഒരു കാരണവശാലും പെട്ടെന്ന് ഇത്തരത്തിലൊരു കോളിംഗ് ബെൽ കേട്ടുകഴിഞ്ഞാൽ ഉടൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട് തുറന്ന് അല്ലെങ്കിൽ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ആളെ ആക്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പറ്റുവാണെങ്കിൽ പരമാവധി ആളുകളെ കൂട്ടിയതിനു ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും പെരുമ്പാവൂരിലും ആശാപ്രവർത്തകയ്ക്ക് നേരെയും ലൈംഗിക അതിക്രമം നടന്നിരുന്നു. അന്നും മോഷണത്തിനായി വീട്ടിൽ കയറിയ പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതി കോതമംഗലം സ്വദേശിയെ പിന്നീട് പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ രോഗിയെ പരിചരിച്ച ശേഷം യുവതി സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലുമായിരുന്നു. പെട്ടെന്നാണ് പൂർണ്ണ നഗ്നനായ പ്രതി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടത്. യുവതിയുടെ വായ് പൊത്തിപ്പിടിച്ച് ശാരീരികമായി ഉപദ്രവിച്ചു. വസ്ത്രങ്ങൾ വലിച്ചു കീറാനും ശ്രമമുണ്ടായതായി പരാതിയിൽ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ആശാപ്രവർത്തക ബഹളം വെച്ചപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു. ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വേഗം വിവരമറിയിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നത്. മോഷണ ശ്രമം നടന്നതിന്റെ ലക്ഷണങ്ങളും വീട്ടിലുണ്ടായിരുന്നു. അലമാരയും ബാഗും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമ ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ച് വരികയാണെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ അർദ്ധരാത്രികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വീടിന്റെ ചുറ്റുഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ അല്ലെങ്കിൽ ഈ കോളിംഗ് ബെൽ അടിക്കുന്ന ഒച്ചയോ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പോലീസ് അടക്കം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ആരാണ് ഇത്തരത്തിൽ ബെല്ലടിച്ചത് എന്നുള്ളത് വാതിൽ തുറക്കാതെ തന്നെ പരിശോധിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം അത് അപകടമാണ് എന്ന് അറിഞ്ഞാൽ അത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.